ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ ഒന്നാം അധ്യായമായ സമവാക്യ ജോഡികളുടെ 17ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പേജ് 18ലെ 4ാമത്തെ ചോദ്യം, അതായത് ട്രോഫിയുടെ വിലയും മെഡലിൻ്റെ വിലയും കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് പോയാലോ? ഈ ചോദ്യം എളുപ്പമാണ്. പക്ഷേ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യും? ഇവിടെയും നമ്മൾ ഒരു സിമ്പിൾ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട്, സിമ്പിൾ ഐഡിയ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇവിടെ 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും കൂടി 2180 രൂപയാണ് വില. 16 ട്രോഫികൾക്കും 17 മെഡലുകൾക്കും കൂടി 2110 രൂപയാണ് വില. ഒരു ട്രോഫിയുടെ വില എന്താണ്? ഒരു മെഡലിൻ്റെ വില എന്താണ്? ഓക്കെ, ഇവിടെ നമുക്ക് ട്രോഫിയും മെഡലുമാണുള്ളത്. അപ്പോൾ ഒരു ട്രോഫിയുടെ വില X രൂപ. ഒരു മെഡലിൻ്റെ വില Y രൂപ എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാം നിബന്ധന പ്രകാരം എന്ത് കിട്ടും? ഒന്നാം നിബന്ധന 17 ട്രോഫികൾക്കും 16 മെഡലുകൾക്കും. അപ്പോൾ 17 ട്രോഫി 17X, 16 മെഡലുകൾ എന്ന് പറയുമ്പോൾ 16Y. അപ്പോൾ 17X പ്ലസ് 16Y 2180. ഓക്കെ, ഇനി രണ്ടാം നിബന്ധന എന്താണ്? രണ്ടാമത്തെ നിബന്ധന 16 ട്രോഫികൾക്കും, അപ്പോൾ 16X, 17 മെഡലുകൾക്കും 17Y 2110. 16X പ്ലസ് 17Y 2110. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു രീതി ഉപയോഗിക്കാം. ആ രീതിയിൽ എന്ത് ചെയ്യാം? സമവാക്യം 1നെ 16 കൊണ്ട് ഗുണിക്കുക. പിന്നെ സമവാക്യം 2നെ 17 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ X തുല്യമാവും. അതുപയോഗിച്ച് Y കണ്ടെത്താം. പക്ഷേ ഇതിനെ 17 കൊണ്ട് ഗുണിക്കാനും 16 കൊണ്ട് ഗുണിക്കാനും കുറച്ച് സമയമെടുക്കില്ലേ? അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു സിമ്പിൾ ഐഡിയ ഉപയോഗിക്കാം. ഓക്കെ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ആ സിമ്പിൾ ഐഡിയ നമുക്ക് നോക്കാം. ആ സിമ്പിൾ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ രണ്ട് സമവാക്യങ്ങൾ ഒന്ന് കൂട്ടി നോക്കൂ. ഈ രണ്ട് സമവാക്യങ്ങളും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 17ഉം 16ഉം 33X. ഇവിടെയും സെയിം ആണ്, 33Y. അത് എത്ര കിട്ടും? 4290 എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഈ 4290നെ 33 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റും. ഓക്കെ, അതായത് 42ൽ ഒരു പ്രാവശ്യം, ബാക്കി എത്ര ഉണ്ട്? 9. അപ്പോൾ ഇത് 990 ആയി.
99-ൽ 3 പ്രാവശ്യം. അപ്പോൾ ഇവിടെ ബാക്കി 0. 0 എടുത്ത് എഴുതി. 130. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് സമവാക്യം 3 എന്ന് എഴുതാം. എന്നിട്ട് സമവാക്യം 3-നെ 33 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ സമം 130 എന്ന് കിട്ടും. ഇത് സമവാക്യം 4 എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് സമവാക്യം 1 മൈനസ് സമവാക്യം 2, അതായത് ഞാൻ ഇത് രണ്ടും നോക്കി, ഇതും നോക്കുമ്പോൾ ഇതാണ് വലുത്. അതുകൊണ്ട് ഞാൻ സമവാക്യം 1-ൽ നിന്നും സമവാക്യം 2 കുറച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ 17x-ൽ നിന്നും 16x കുറച്ചാൽ അത് നമുക്ക് മൊത്തമായിട്ട് തന്നെ എഴുതാം. എന്നാൽ 17x മൈനസ് 16x പ്ലസ് 16y. ഇത് ചിഹ്നം മാറും, കാരണം മൈനസ് ആണ്, നമുക്ക് കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ പ്ലസ് മൈനസ് ആവും. മൈനസ് 17y സമം ആദ്യത്തെ സമവാക്യത്തിൽ അതുപോലെ തന്നെ മൈനസ് ഇത് മൈനസ് 2110. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ നിന്ന് നമുക്ക് എക്സ് എന്ന് കിട്ടും. ഇനി ഇവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ 17-ൽ നിന്ന് 16 കുറച്ചാൽ 1 ആണ്, y ആണ്. ഇതിൽ വലുതിൻ്റെ ചിഹ്നം മൈനസ്. അപ്പോൾ എക്സ് മൈനസ് വൈ സമം എത്ര കിട്ടും? 0.70 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വൈ സമം 70 എന്ന് കിട്ടും. ഇത് നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു സമവാക്യമായിട്ട് എഴുതാം. സമവാക്യം 5 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ നോക്കൂ, സമവാക്യം 4 എക്സ് പ്ലസ് വൈ എന്നാണ്, സമവാക്യം 5 എക്സ് മൈനസ് വൈ എന്നാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തുകൂടെ? ഇനി നമുക്ക് സമവാക്യം 4-ഉം സമവാക്യം 5-ഉം എന്താ? എക്സിൻ്റെ ഗുണകം 1, വൈയുടെ ഗുണകം 1, വൈയുടെ ചിഹ്നം വ്യത്യാസമാണ്, അതുകൊണ്ട് കൂട്ടി നോക്കാം. അപ്പോൾ എക്സും എക്സും കൂട്ടിയാൽ 2x, വൈ ക്യാൻസലായി പോയി. 130 പ്ലസ് 70. അപ്പോൾ എന്ത് കിട്ടും? 2x 200 എന്ന് കിട്ടും. എക്സ് 200/2. അപ്പോൾ എക്സ് 100 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? എക്സ് 100 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് പ്ലസ് വൈ 130 എന്നുണ്ട്, അവിടെ കൊടുക്കാം. എക്സ് 100 എന്ന് സമവാക്യം 4-ൽ ഉപയോഗിച്ചാൽ എക്സ് 100 പ്ലസ് വൈ 130. ഇതിൽ നിന്നും വൈ 130 മൈനസ് 100, വൈ 30 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഒരു ട്രോഫിയുടെ വില എത്ര കിട്ടും? ₹100 എന്ന് കിട്ടും, കാരണം എക്സ് 100 ആണ്.
പിന്നെ ഒരു മെഡലിൻ്റെ വില എന്ത് കിട്ടും? 30 രൂപ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 100ഉം 30ഉം. അപ്പോൾ ഇവിടെ 17 ഇൻറ്റു 100 എത്രയാണ്? 1700. 16 ഇൻറ്റു 30 അത് 480. 2180 ശരിയാണ്. ഇനി ഇവിടെ 16 ഇൻറ്റു 100, 17 ഇൻറ്റു 30, 7 3 21, 510. 2110. ഓക്കെ, അപ്പോൾ 2 സമവാക്യവും ശരിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഐഡിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സമവാക്യം 1നെ സമവാക്യം 2ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുകയും സമവാക്യം 2നെ സമവാക്യം 1ലെ എക്സിൻ്റെ ഗുണകം കൊണ്ട് ഗുണിക്കുകയും ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യുന്നത്? 2 സമവാക്യങ്ങളും കൂട്ടുക, എന്നിട്ട് അതിനെ ലഘൂകരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈയിലുള്ള ഒരു സമവാക്യം കിട്ടും. ഈ 2 സമവാക്യങ്ങളെയും കുറച്ചാൽ നമുക്ക് എക്സ് മൈനസ് വൈയിലുള്ള ഒരു സമവാക്യം കിട്ടും. ഇനി ഈ പുതിയ 2 സമവാക്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സിമ്പിൾ ഐഡിയ എന്തായിരുന്നു? ഒന്നാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം രണ്ടാം സമവാക്യത്തിലെ വൈയുടെ ഗുണകമാവുകയും ഒന്നാം സമവാക്യത്തിലെ വൈയുടെ ഗുണകം രണ്ടാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകമാവുകയും ചെയ്താൽ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? രണ്ടു സമവാക്യങ്ങളും കൂട്ടി ലഘൂകരിച്ചാൽ എക്സ് പ്ലസ് വൈയുടെ സമവാക്യവും കുറച്ചാൽ മാത്രം പോരാ, കുറച്ച് ലഘൂകരിച്ചാൽ
എക്സ് മൈനസ് വൈയുടെ സമവാക്യവും കിട്ടും. അതിൽ നിന്നും എക്സും വൈയും എളുപ്പത്തിൽ കണ്ടെത്താം. ഓക്കെ, ഇതാണ് നമ്മുടെ ഐഡിയ. ഇതാണ് നമ്മുടെ സിമ്പിൾ ഐഡിയ. അപ്പോൾ സിമ്പിൾ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കൂ. ഒന്നാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം, അതായത് 17x, രണ്ടാം സമവാക്യത്തിലെ വൈയുടെ ഗുണകമാവുകയും, ഗുണകം എന്നുണ്ട്, എന്നുണ്ട് അവിടെ. ഒന്നാം സമവാക്യത്തിലെ വൈയുടെ ഗുണകം രണ്ടാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകമാവുകയും ചെയ്താൽ രണ്ട് സമവാക്യങ്ങളും കൂടി കൂട്ടിയതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ലഘൂകരിച്ചു. രണ്ട് സമവാക്യങ്ങളും കൂട്ടി ലഘൂകരിച്ചാൽ എക്സ് പ്ലസ് വൈയുടെ സമവാക്യവും, ഇനി രണ്ടും കൂടി കുറയ്ക്കുക, വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, കുറച്ച് ലഘൂകരിക്കുക, അപ്പോൾ എക്സ് മൈനസ് വൈയുടെ സമവാക്യവും കിട്ടും. അതിൽ നിന്നും എക്സും വൈയും എളുപ്പത്തിൽ കണ്ടെത്താം. ഇതാണ് സിമ്പിൾ ഐഡിയ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒന്നാമത്തെ സമവാക്യത്തെ 16 കൊണ്ട് ഗുണിക്കണം, പിന്നെ രണ്ടാമത്തെ സമവാക്യത്തിനെ 17 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ കിട്ടുന്നത് വലിയ സംഖ്യകളായിരിക്കും. അതിന് പിന്നെ നമുക്ക് എക്സും വൈയും കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഐഡിയ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൽ എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നത്? ഒന്നാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകം രണ്ടാം സമവാക്യത്തിലെ വൈയുടെ ഗുണകമാവുകയും ഒന്നാം സമവാക്യത്തിലെ വൈയുടെ ഗുണകം രണ്ടാം സമവാക്യത്തിലെ എക്സിൻ്റെ ഗുണകമാവുകയും ചെയ്താൽ രണ്ട് സമവാക്യങ്ങളും കൂട്ടി ലഘൂകരിച്ചാൽ എക്സ് പ്ലസ് വൈയുടെ സമവാക്യവും കുറച്ച് ലഘൂകരിച്ചാൽ എക്സ് മൈനസ് വൈയുടെ സമവാക്യവും കിട്ടും. അതിൽ നിന്നും എക്സും വൈയും എളുപ്പത്തിൽ കണ്ടെത്താം. ഇത് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് ഉപകരിക്കും. ഓക്കെ, ആ സമയത്ത് സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഐഡിയനെ പറ്റിയിട്ട് എഴുതാൻ നിൽക്കണ്ട, പക്ഷേ സ്റ്റെപ്പ് നിങ്ങൾ വിശദീകരിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം, അതായത് 4ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു. ഇനി 5ാമത്തെ ചോദ്യം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.